പാനലിസ്റ്റിലേക്ക് അടക്കുമ്പോൾ ആദ്യം CPM നിരീക്ഷകൻ റെജി ലൂക്കോസ് ഉണ്ട്. റെജി ലൂക്കോസ്, പിണറായി വിജയൻ വന്നാലും അവിടെ ജയിക്കില്ല എന്ന് പറയുന്നത് PV അൻവറാണ്. അൻവറിന് അവിടെയുള്ള സ്വാധീനം അത് UDF ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിർണായക ശക്തി അൻവറാകുമോ? എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഒരു ഇടത് സ്വതന്ത്രൻ എന്നുള്ള ഒരു വാർത്തകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി നിൽക്കുന്നത്? എന്തായിരിക്കും കാരണം? അല്ല, അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം സ്ഥാനാർത്ഥി കണ്ടത് അതുള്ള ഒരു വളരെ എന്താ പറയുക നിസ്സാരമായ ഒരു കാര്യം മാത്രമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് തന്നെ. ചിലപ്പോൾ സ്വതന്ത്രരെ പരീക്ഷിക്കുക. ഈ സാക്ഷാൽ PV അൻവറിനെ തന്നെ ഇവിടെ സ്വതന്ത്രനായിട്ടില്ല 2016 പരീക്ഷിച്ചത്. ഇവിടെ നിലമ്പൂരിലെ വിധിയെടുത്ത് PV അൻവർ അതിലുള്ള ഒരു വിധിയെടുത്തായിരിക്കും. അത് യാതൊരു തർക്കവുമില്ല. ചതിച്ചിട്ട് പോയാൽ തങ്ങൾ വിജയിപ്പിച്ച മണ്ഡലത്തിലെ വോട്ടർമാരെ വഞ്ചിച്ചിട്ട് പോയി മറ്റൊരു താവളം തേടിപ്പോയി അലഞ്ഞു തിരിയുന്ന ഇപ്പൊ രാഷ്ട്രീയപരമായ പ്രസക്തി നഷ്ടപ്പെട്ട അൻവറിനെതിരെയുള്ള ഒരു ജനവിധി കൂടിയായിരിക്കും. അത് കൂടാണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു 9 വർഷം കൊണ്ട് തുടർച്ചയായ 9 വർഷങ്ങൾ കൊണ്ട് നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നേടിയെടുത്ത വൻ വികസന കുതിപ്പിനും അനുകൂലമായിട്ടായിരിക്കും നിലമ്പൂർ വിഴുതി എഴുതാൻ പോകുന്നത്. അൻവർ പലരെയും തോന്നുന്നു. അൻവറിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് പ്രസക്തമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻവർ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ നിലമ്പൂരിൽ ചർച്ചാ വിഷയമാകുന്ന അദ്ദേഹം വഞ്ചിച്ചതിനെ കുറിച്ചായിരിക്കും. വികസനത്തിന്റെ കാര്യത്തിൽ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാർ വികസനത്തിന്റെ കാര്യത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചു, താൻ ആവശ്യപ്പെട്ട തുകയില്ലെന്ന്. പിന്നെ നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രത്യേകിച്ച് കവലപ്പാറയുള്ള പോലെയുള്ള പ്രദേശങ്ങളിൽ ദുരന്തം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി സർക്കാരിന്റെ നടപടികളെ കുറിച്ച് അദ്ദേഹം എത്രയോ തവണ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ചർച്ചകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തിന്റെ പേരിലാണ് ഈ പറയുന്ന LDF വിട്ട് രാജിവെച്ച് ഇപ്പൊ എങ്ങും എത്താത്ത രീതിയിലേക്ക് പോയതിന് കാരണം എന്തുകൊണ്ടാണ്? ശരിക്കും ഇവിടെ വഞ്ചനല്ലേ? കേരളം പോലെ ഒരു സംസാരത്തിനോട് ചതി വരും ചെയ്ത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട PV അൻവറിനെതിരെയുള്ള ഒരു ജനവിധി കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. രണ്ടാമത് പറയാനുള്ളത്, കോൺഗ്രസ് ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയിരിക്കും. ചെകുത്താനും കടലിലും അടയ്ക്കുക. VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് ബഹുമാനപ്പെട്ട PV അൻവർ MLS രാജിവെച്ചോടെ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പറ്റും. ഇന്നിപ്പോ രാവിലെ 9 മണിക്ക് ന്യൂസ് സൈറ്റിൽ ഉൾപ്പെടെ ബ്രേക്ക് ചെയ്ത ഇപ്പം 7 മണിക്കൂറായി. ഈ 10 മണിക്കൂറിനിടയ്ക്ക് അവർക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റില്ല. അതിനെ നമ്മൾ വിമർശിക്കുന്നില്ല. ഒരുപക്ഷെ അനൗൺസ് ചെയ്യാനുള്ള താമസം ഉണ്ടായിരിക്കും. പക്ഷെ ഒറ്റ ചോദ്യം ചോദിക്കുന്നില്ല, ആർക്ക് സ്ഥാനാർത്ഥി കൊടുക്കും? VS ജോയിക്ക് കൊടുക്കുമോ അതോ പിന്നെ ആര്യണം ഷൗക്കത്തിന് കൊടുക്കുമോ എന്ന ചോദ്യം. അവരിൽ രണ്ടുപേരും തന്നാലും രണ്ടുപേരും PR വർക്കുകളൊക്കെ തുടങ്ങിയാൽ ആര് തന്നാലും കാല് വരും. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഇപ്പൊ നിലമ്പൂർ സംഭവിക്കാൻ പോകുന്ന UDF തകർച്ചയുടെ അവസാനത്തെ അധ്യായമായിരിക്കും നിലമ്പൂരിൽ നിന്നും സംഭവിക്കാൻ പോകുന്നത്. കേരള ജനത വിധി എഴുതാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായിട്ട് UDF തകരുന്ന തകർച്ചയിലേക്ക് ആണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് നിലമ്പൂർ കാണാൻ പറ്റും. അതാണ് അതിന്റെ വസ്തുത എന്ന് പറഞ്ഞത്. ഈ കാര്യം എക്സാജറേറ്റ് പറഞ്ഞല്ല, അൻവറിന്റെ വാക്കുകൾ തന്നെ അതിൽ വല്ലാത്തൊരു പരിഭ്രമം വരുന്നുണ്ട്. പിണറായിസ് എന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ? അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അത് പുതിയൊരു വാക്ക് പറഞ്ഞു, മരുമോനിസം എന്നൊക്കെ പറഞ്ഞു. ഈ മരുമോനും പിണറായി വിജയനെയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പോസ്റ്റ് ഇട്ട ഒരു വ്യക്തിയാണ് ഇപ്പൊ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ താൻ പറഞ്ഞ കാര്യങ്ങൾ പോലും വിഴുങ്ങിക്കൊണ്ട് ഒരു കാരണമില്ലാതെ രാജിവെച്ച് ഒരു ഗവൺമെന്റിന്റെ അതിന്റെ വികസനത്തിന്റെ പഴയ മിത്രത്തെ പുതിയ ശത്രുവിനെയാണല്ലോ പേടിക്കേണ്ടത്. ഈ പാളയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ആളാണ് PV അൻവർ. ആ തരത്തിൽ അൻവറിന്റെ പല പ്രസ്താവനകളും ആൾക്കൂട്ടത്തെ ക്ഷണിച്ചും വരുത്തിയിട്ടുണ്ട്. അത് പിന്നീട് എന്താണെങ്കിലും ഇതൊക്കെ കൂടി UDF കണക്കാക്കിക്കൊണ്ടുകൂടി ആയിരിക്കുമല്ലോ അൻവറിനെ ചേർത്ത് നിർത്തുന്നത് ഇപ്പോൾ. അല്ല, അവരുടെ ഞാനൊരു കാര്യം ചോദിക്കണം. അവരുടെ നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകല്ലേ. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇവർ ഈ UDF എടുക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അത് എവിടെയെല്ലാം തിരിഞ്ഞ് മറിഞ്ഞു പോയി. അത് ആദ്യം DMK-യുടെ ആങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പത്രസമ്മേളനം നടത്തി. DMK-യുടെ ഒരു കൺവെൻഷൻ നടത്തി. പിന്നെ ഗൂഡല്ലൂർ, തൊട്ടടുത്ത ഗൂഡല്ലൂരും നാടുകാണി പോലുള്ള അടുത്തുനിന്ന് കുറെ തമിഴ്നാട്ടിലെ ആൾക്കാരെ ഇറക്കി. അവസാനം DMK പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതേമായിട്ട് യാതൊരു ബന്ധമില്ല, ഇതിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. മദ്രാസിൽ പോയി അദ്ദേഹം ടച്ചിലിരുന്നിട്ട് ആരും പരിഗണിച്ചില്ല. അതിനുശേഷം എങ്ങും അടുപ്പിക്കാതിരുന്ന ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് വിചിത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്തു. എവിടെയാ? തൃണമൂൽ കോൺഗ്രസ്. പശ്ചിമബംഗാളിൽ മാത്രം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇന്ത്യയുടെ തെക്കേറ്റത്തെ കേരളത്തിലേക്ക് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അവരുടെ രാജ്യസഭാ മെമ്പറേയും ലോക്സഭാ മെമ്പറേയും അവതരിപ്പിച്ച കൺവെൻഷൻ നടത്തി. ഇപ്പോൾ അതിന്റെ ഒറിജിനൽ ഘടകം പറയുന്നത് ഞങ്ങൾക്ക് ഇദ്ദേഹമായിട്ട് യാതൊരു ബന്ധമില്ല, ഇദ്ദേഹം പറഞ്ഞിരിക്കും ഇദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസോട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഔദ്യോഗിക വർഷം നിഷേധിച്ചിട്ടില്ല. അപ്പൊ ഈ മനുഷ്യൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട VD സതീശൻ അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തിന്റെ പേര് പോലും ഉപയോഗിക്കുന്നില്ലായിരുന്നു. കാരണം 150 കോടി രൂപയുടെ അഴിമതി ആരോണോ നിയമസഭയിൽ VD സതീശനെ ഉന്നയിച്ചത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ സാദിഖലി തങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഇല്ലേ? അതവർക്ക് മറക്കാൻ പറ്റും. ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ ഞാൻ തിരികെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ തിരികെത്താം. PV അൻവർ ഏത് തരത്തിൽ ഉള്ള നിർണായക ശക്തിയാകുമെന്നുള്ളൊരു ചോദ്യം ഒക്കെ അവിടെ നിൽക്കുന്നു. ഞാൻ തിരികെത്താം.